ഒരു സ്ട്രഗിളും ഇല്ലാണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കൂടി ഇടിക്കുന്ന പോലും ഇല്ല. ഓക്കെ, മയക്കത്തിൻ്റെ അല്ല, ഇപ്പം ഈ സമയത്ത് ഇപ്പം പുഷ് ചെയ്യേണ്ട സമയമായി, കാരണം കോൺഷ്യസ് ആയി. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനാണ് നമ്മൾ ഈ ഇതുകൊണ്ടുള്ള ക്രോൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ. ആനിമലിനും ഇഞ്ചുറി പറ്റില്ല, കൂടും പോകത്തില്ല. അതുകൊണ്ടാണ് ഈ യൂക്കാലി വെച്ചിട്ട് നമ്മൾ കൂടുണ്ടാക്കുന്നത്. സാധാരണ ഒരു ആനിമൽ കൂട്ടി കയറി കഴിഞ്ഞാൽ 2 തവണയെങ്കിലും അറ്റംപ്റ്റ് ചെയ്യും. ഈ ആനിമൽ വളരെ വളരെ കൂളാണ്. എന്നാൽ ക്ഷീണിച്ചതിൻ്റെയാണ്. അല്ല, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, അത് ഗവൺമെൻറ് പോളിസി. കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. അതാണ് ഞാൻ കിടന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണം അതാണ് കിട്ടിയത്. കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് പഴുപ്പ് നീക്കം ചെയ്തു, മരുന്ന് വെച്ചു, ട്രീറ്റ് ചെയ്തു, ആൻറ്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു, ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു, റിവേഴ്സ് ചെയ്തു, എന്നിട്ട് കൂട്ടി. ഏത് 1 അടിയോളം ആഴത്തിലുണ്ട്. തട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ആനിമൽ അതിന്റെ പഴുപ്പ് സെപ്റ്റിസിമിക് ആണ്. അതെങ്ങനെ ബാക്കി ഓർഗൻ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. തലച്ചോറിലേക്ക് കയറിയിട്ടില്ല. അതായത് തലയോട്ടിയിലാണ്, തലച്ചോറിനകത്തേക്ക് കയറിയില്ല. അതാണ് നമുക്ക് തലച്ചോറിലാണ് കയറാണ്, തുമ്പിക്കൈയൊക്കെ പാരാലിസിസ് വരും. അപ്പം അതൊന്നും വന്നില്ല. അതായത് നമുക്കൊരു കിട്ടിയൊരു പ്ലസ് പോയിന്റ് അതായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്ക് അല്ലാതെ നടക്കില്ലല്ലോ. ഒരു വ്യക്തിക്ക് ഒരായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഒരു മൊത്തം ടീമാണ്. അത് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റിലെ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രാക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇത്. സോ ടീം വർക്ക്. അല്ല, ഗുണം ചെയ്തോന്നല്ല നമുക്ക് പറയാം. നമുക്ക് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അന്ന് ചെറിയൊരു മുറിവായിരുന്നു. ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ക്യാപിറ്റയിൽ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമില്ല. ആനിമലിനെ പിടിച്ച് കൊണ്ടുവരുന്നത് താല്പര്യമില്ല. അത് നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ സിംഗിൾ ടൈം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ചെയ്യും. അതിന് റെസ്പോൺസും ഉണ്ടായിരുന്നു. ഒരാഴ്ച നല്ല ഹീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അത് ഫ്ലെയർ അപ്പ് ചെയ്തു. വളരെ പെട്ടെന്ന് അത് കൂടി, പഴുപ്പ് കൂടി, അത് പെട്ടെന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അല്ല, മാഗറ്റാണ്, പുഴു ഉണ്ടായിരുന്നു. ഒരുപാട് സൈനസിനകത്ത് കംപ്ലീറ്റ് പുഴു ഉണ്ടായിരുന്നു. അല്ല, അത് രണ്ടും ഒരുമിച്ചായിരുന്നു സംഭവം. അതിന് കുത്തിന്റെ രണ്ട് ഹോൾസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റ സിംഗിൾ വൂണ്ടാണ്. ഇതായി മാറി. ഓക്കെ. സക്രിയ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത് ആഴത്തിലുള്ള മുറിവാണെന്നും അതിന് മരുന്ന് വെച്ചിട്ടുണ്ട്. പ്രാഥമികമായ ചികിത്സ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ദീർഘനാളത്തെ ചികിത്സ ആവശ്യമായി വന്നേക്കും. ഡോക്ടർ അരുൺ സക്രിയ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്.